ഫാറ്റി ലിവർ ഉണ്ട്. അത് ഈ കഴിഞ്ഞ ദിവസം ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് കണ്ടത്. അപ്പൊ അതിനെന്താ ഒരു കൂടുതലായിട്ട് നമുക്ക് മെഡിസിൻസ് കഴിക്കണോ അതോ ഇനി വേറെ എന്തെങ്കിലും നമുക്ക് പെട്ടെന്ന് ക്യൂർ ചെയ്യാൻ എന്തെങ്കിലും ഒരു എന്താണെന്നറിയോ? ഫാറ്റി ലിവർ എന്ന് പറയുന്നത് ഇപ്പൊ ഫാറ്റി ലിവർ ഗ്രേഡ് 1 ഗ്രേഡ് 2 ഉണ്ട്. അപ്പൊ നമുക്കിപ്പോ ഫാറ്റി ലിവർ ഉണ്ട് എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാരും പറയും ഓ ഗ്രേഡ് 1 അല്ല, അത് കുഴപ്പമൊന്നുമില്ല, എണ്ണയൊക്കെ കഴിക്കുമ്പോൾ ഉണ്ടാവും എന്ന് പറയും. പക്ഷെ നമ്മൾ അതൊരിക്കലും സിമ്പിൾ ആയിട്ട് തള്ളിക്കളയേണ്ട ഒരു കാര്യമല്ല. നമ്മുടെ ജീവിതശൈലിയിലും നമ്മുടെ ഭക്ഷണക്രമത്തിലും ഒക്കെ വരുന്ന മാറ്റങ്ങൾ കാരണം നമ്മുടെ ഇന്റേണൽ ഓർഗൻസിൽ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ലിവറിൽ കുറെ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നു. അതാണ് ഫാറ്റി ലിവർ എന്ന് പറയുന്നത്. അത് ശരിക്കും ഒരു അസുഖമല്ല, ശരിക്കും ഒരു രോഗത്തിന്റെ ലക്ഷണങ്ങളാണ്. അത് ഒരു തുടക്കത്തിൽ തന്നെ നമ്മൾ അത് ക്ലിയർ ചെയ്ത് കൊണ്ടുപോകേണ്ടതാണ്. പിന്നെ അതിന്റെ മരുന്ന് എന്ന് പറഞ്ഞാൽ അതിന് മരുന്നല്ല, മരുന്നിനേക്കാൾ പ്രാധാന്യം ശരിക്കും നമ്മുടെ ജീവിതശൈലിയിൽ നമ്മൾ മാറ്റങ്ങൾ വരുത്തുക, നമ്മുടെ ഭക്ഷണക്രമത്തിൽ മാറ്റങ്ങൾ വരുത്തുക, നമുക്ക് നന്നായിട്ട് രാവിലെ എണീറ്റിട്ട് വ്യായാമം ചെയ്യുക, അങ്ങനെയൊക്കെ നമ്മുടെ ജീവിതശൈലി ചിട്ടപ്പെടുത്തി എടുത്തു കഴിയുമ്പം ഈ ലക്ഷണങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് നമുക്ക് അതിന് നല്ല മാറ്റം ഉണ്ടാവും. അപ്പൊ ഇത് നമുക്ക് നേരത്തെ അത് നമുക്ക് അതിന്റെ ലക്ഷണം നമ്മൾ ബോഡി കാണിച്ചു തുടങ്ങുമോ അതോ ചിലപ്പം എന്തെങ്കിലും നമ്മളിപ്പോ എന്തിനെങ്കിലും ഒക്കെ ടെസ്റ്റ് ചെയ്യാൻ പോകുമ്പോഴായിരിക്കും ലിവറിന്റെ കുറച്ച് എലിമെന്റ്സ് ഉണ്ട്, SGOT SGPT എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് എലിമെന്റ്സ് ഉണ്ട് ബിലിറൂബിനൊക്കെ. അപ്പൊ അതിലൊക്കെ ചെറിയ ചേഞ്ചസ് വരും കൂടുതൽ ഫാറ്റി ലിവർ ഉള്ളവർക്കാണെങ്കിൽ. അപ്പോഴാണ് നമ്മൾ USG അബ്ഡോമൻ ചെയ്യാൻ വേണ്ടി സ്കാൻ ചെയ്യാൻ വേണ്ടി പോവുക. അപ്പോഴാണ് നമുക്ക് കറക്റ്റ് ആയിട്ടൊരു ഡയഗ്നോസിസ് കിട്ടുക. അപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഹെൽത്ത് ചെക്കപ്പ് ചെയ്യുന്നവർക്ക് പെട്ടെന്ന് തന്നെ അത് ഡയഗ്നോസ് ചെയ്യാനും നമുക്കത് ക്ലിയർ ചെയ്യാനും സാധിക്കും. അപ്പൊ നമ്മള് നമ്മുടെ ഓരോരുത്തരുടെയും ആരോഗ്യം ഓരോ രീതിയിലാണ്, ഓരോരുത്തരുടെയും ബോഡി കണ്ടീഷൻ. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള വ്യായാമവും കറക്റ്റ് ആയിട്ടുള്ള ഭക്ഷണശീലങ്ങളും കറക്റ്റ് ആയിട്ടുള്ള ജീവിതചര്യകളും പാലിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ലക്ഷണങ്ങളെ പാടെ ഒഴിവാക്കി നമ്മുടെ ലിവറും ബാക്കിയുള്ള ഓർഗൻസും ഹെൽത്തി ആയിട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അപ്പൊ മരുന്നൊന്നും വേണ്ട, കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് നമ്മൾ ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയാൽ മതി.